രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിലായിരുന്നു മൃതദേഹം ചാവക്കാട് വരെ എത്തിച്ചത്. എംബാം ചെയ്യാനും തയ്യാറായില്ല. ചാവക്കാട് വെച്ചാണ് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയത്. ചാവക്കാട് വെച്ച് മൃതദേഹം മാറ്റുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷാബാസ് അഹമ്മദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാബാസ്, സ്വന്തം ജീവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനാദരവ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്? സുധി, രാജേഷിന്റെ വിയോഗം എന്ന് പറയുന്നത് കേരളക്കരയ്ക്ക് തന്നെ വലിയൊരു നോവാണ്, വലിയ നൊമ്പരമാണ്. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനിടെയാണ് രാജേഷിന് ജീവൻ നഷ്ടമാകുന്നത്. സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടയാളാണ് രാജേഷ്. സംസ്ഥാനമൊട്ടാകെയുള്ള എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു രാജേഷിന്റെ മരണവാർത്ത അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം ആ വീട്ടിൽ പോയി കുടുംബത്തിന് മുന്നിൽ ഈ കണ്ണുനീരണിയിച്ച് നിൽക്കുന്ന ദൃശ്യമൊക്കെ കണ്ടിരുന്നു. പക്ഷേ ആ രാജേഷിന്റെ മൃതദേഹത്തോട് കടുത്തൊരു അനാദരവ് കാണിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആ മൃതദേഹം ഒരു ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുവന്നത് എന്നുള്ള വിവരങ്ങളാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. അതായത് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഈ മൃതദേഹം സർക്കാർ ആശുപത്രിയുടെ ആംബുലൻസിൽ കയറ്റി ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ ഇല്ലാത്തൊരു ആംബുലൻസ് ആയിരുന്നു. അതായത് ഈ മൃതദേഹം കിട്ടുന്നത് തന്നെ 2 ദിവസം കഴിഞ്ഞാണ്. അപകടം നടന്ന് 2ാമത്തെ ദിവസമാണ് ഈ മൃതദേഹം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാത്രി ഈ തിരുവനന്തപുരത്തും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഫ്രീസർ ഇല്ലാത്തൊരു ആംബുലൻസിലായിരുന്നു. പിന്നീട് ചാവക്കാട് എത്തിയാണ് ഇത്തരത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ മറ്റൊരു ആംബുലൻസ് അന്വേഷിക്കുന്നത്. അതായത് മൃതദേഹം വളരെ വീക്കായിരുന്നു, ഇതിനെ ദുർഗന്ധമടക്കം വരുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചാവക്കാട് എത്തിയപ്പോഴാണ് മറ്റൊരു ആംബുലൻസിനായി ഈ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവന്ന് സർക്കാർ ആശുപത്രിയുടെ ആംബുലൻസിലെ ഡ്രൈവർമാരടക്കം മറ്റൊരു ആംബുലൻസ് അന്വേഷിക്കുന്നത്. അങ്ങനെ രാത്രി 1 മണിയോടെ ചാവക്കാട് വെച്ചുകൊണ്ടാണ് ഈ ആംബുലൻസ് മറ്റൊരു ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിക്കൊണ്ട് യാത്ര തുടരുന്നത്. എന്തായാലും കടുത്തൊരു അനാദരവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ എംബാം ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കൊണ്ടുവരേണ്ടത്. സംസ്ഥാനമൊട്ടാകെ വലിയൊരു നൊമ്പരമായി മാറി ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ രാജേഷിന്റെ മൃതദേഹത്തോട് കടുത്തൊരു അനാദരവ് ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിൽ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസ് ലഭിക്കാതെ പോയത് എന്ന കാര്യത്തിലടക്കം ഇനിയും ഈ സർക്കാർ സംവിധാനങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ ചാവക്കാട് എത്തി രാത്രി 1 മണിയോടെയാണ് ഫ്രീസർ സൗകര്യമുള്ള ഒരു ആംബുലൻസിലേക്ക് രാജേഷിന്റെ മൃതദേഹം മാറ്റാൻ തയ്യാറായത് എന്ന് പറയുമ്പോൾ തന്നെ ആ മൃതദേഹത്തോട് കാണിച്ചൊരു അനാദരവ് വ്യക്തമാകുന്നുണ്ട്. ശ്രുതി, തീർച്ചയായിട്ടും സ്വജീവൻ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ് രാജേഷ്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടാണ് അനാദരവ് കാണിച്ചിരിക്കുന്നത്. ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിലായിരുന്നു മൃതദേഹം ചാവക്കാട് വരെ എത്തിച്ചത്. വിശദാംശങ്ങളാണ് ഷാബാസ് അഹമ്മദ് നൽകിയത്.